ഞാനിപ്പോൾ ഉള്ളത് ഇപ്പം നമ്മളൊരു ഡ്രീം ഗെയിം മൊമെൻ്റ് എന്ന് പറയില്ലേ. ഇപ്പം ഞാനുള്ളത് മമ്പാട് MES കോളേജിൻ്റെ VP ഗേറ്റിന് മുന്നിലാണ്. അതായത് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, അതായത് എനിക്ക് തന്നെ ഭാവിയിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം ഞാൻ കുറേ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് 2015 ആണ് ഇവിടെ ഒഫീഷ്യലി ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷേ 2014 ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മമ്പാട് MES കോളേജിൽ. അതായത് ഞാൻ എൻ്റെ 2014 ഞാൻ +2 കഴിഞ്ഞിട്ടുണ്ട്. 2014 +2 കഴിഞ്ഞ് ഞാൻ അടക്കാക്കുണ്ട് സ്കൂളിൽ നിന്ന് 79 പോയിൻറ്റ് സംതിങ്ങിൽ എനിക്ക് കമ്പ്യൂട്ടർ കൊമേഴ്സിൽ ഞാൻ മാർക്ക് ഞാൻ ജയിച്ചു വന്ന്. അന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ അന്നത് BComൻ്റെ ട്രെൻഡാണ് 2014 ആ സമയങ്ങളിലൊക്കെ. അതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഇവിടെ 2014 അഡ്മിഷൻ കിട്ടിയതുമില്ല. അതിൻ്റെ ടെൻഷൻ ആലോചിച്ച് ഞാനും എൻ്റെ കൂട്ടാനും ബൈക്കുമ്പോൾ പോകും. പട്ടിണിയും പായനും പറഞ്ഞാൽ അതിൻ്റെ പീക്കിലേനും. അങ്ങനെ പാണ്ടിക്കാട് നിന്ന് ഞങ്ങൾ സബാൻ ഫർണിച്ചർ വണ്ടി ഇതായിട്ട് ആക്സിഡൻ്റ് ആയി. ഇതും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ മുറികളൊക്കെ ആയിട്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു. ഇപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് പോലും ഇത് അറിയണ്ടാവില്ല. അങ്ങനെ ഇവിടെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടെ വന്ന് അഡ്മിഷനുമായിട്ട് കുറേ ആളുകളെ കയ്യും കാലും പിടിച്ച്. ഞാനൊരു പാർട്ടി പ്രവർത്തനം നല്ലൊരു പാർട്ടിയിലുമില്ല. ആ ഒരു കാരണം കൊണ്ടും പിന്നെ സാമ്പത്തികമായിട്ടില്ലാത്ത കാരണം കൊണ്ടൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. മാനേജ്മെൻറ്റ് കോട്ടയിലും കിട്ടിയില്ല. പക്ഷേ മെറിറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നതിൻ്റെ ഒരു എൻ്റെ ഉള്ളിലുള്ളൊരു എന്നോട് തന്നെ ഉള്ളൊരു വാശിയും അഡ്മിഷൻ കിട്ടിയതുമില്ല. ഞാൻ അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ നജാത്ത് കോളേജിൽ പോയിട്ട് ഞാൻ തൽക്കാലം അവിടെ ജോയിൻ ചെയ്ത് അവിടെയും 10,000 രൂപ ഫീസ് കൊടുക്കാനല്ലാതെ ഞാൻ എന്ത് ചെയ്തു, എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ ഭാഗ്യം എന്തോ കാരണം എനിക്കറിയില്ല, ഒരു അഡ്മിഷൻ അവിടെ എന്ത് ചെയ്തു കിട്ടുകയും ചെയ്തു. ഞാൻ ആ പൈസ ഇല്ലാത്ത കാരണം അവിടെ നിന്ന് നിർത്തി. ആ ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് പണിക്ക് പോയി. പല രീതിയിലുള്ള ഹലാലായിട്ടുള്ള പല രീതിയിലുള്ള ജോലികളായിട്ട് 49,000 രൂപ ഞാൻ ഉണ്ടാക്കി. അതിൽ 24,800 രൂപ ഞാൻ എൻ്റെ വാപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഈ VP ഗേറ്റിൽ അഡ്മിഷൻ എടുത്തു 2015. ഈ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെല്ലാം പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല. വളരെ ചുരുക്കം 1-2 ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 10,800 രൂപ മമ്പാട് MES കോളേജിൽ. പിന്നെ എൻ്റെ പാഷൻ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി മാസ് കമ്മ്യൂണിക്കേഷനിൽ അഡ്മിഷൻ എടുത്തു. 10,800 രൂപ ഫീസ് അടക്കേണ്ടി കൊടുത്തു. 24,000 സംതിങ് ഞാൻ ഫീസ് അടച്ചു. ഒരു വർഷത്തെ കംപ്ലീറ്റ് ഫീസ് അടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വരുന്ന സമയത്തും ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു ലൈഫ് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ. അതായത് സാമ്പത്തികം, ഫീസ്, അത് ഇത് കാണാണ്ട് പിന്നെ പല പരിപാടികളൊക്കെ പോയിട്ട് ഇങ്ങനെ കോളേജ് ഇങ്ങനെ ചില്ലാക്കി ഇങ്ങനെതായി. കാണാനും ഡ്രസ്സിങ് കൊണ്ടൊക്കെ നമ്മൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു കടന്നു പോയിരുന്നത്. സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ട്, ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മമ്പാട് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ 2015 ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്, 15 to 18. അതായത് ഒരു വർഷം എനിക്ക് അക്കാദമിക് ഇയറിൽ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് നേരെ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എനിക്ക് അഡ്മിഷൻ കിട്ടി. CUCET എക്സാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ എനിക്ക് 24ാമത്തെ റാങ്ക് കിട്ടിയിട്ട് പഞ്ചാബിൽ പോയി. പഞ്ചാബിൽ നിന്ന് പിന്നെ ഞാൻ ഡൽഹിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനിൽ ഇപ്പോൾ രണ്ടാമതൊരു PG ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതും കിട്ടി. അങ്ങനെയായി. അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ പറയുന്നത്. അതായത് കഷ്ടപ്പെടുന്ന ഏറ്റവും പീക്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു. ഇപ്പം നിന്നല്ല എന്തില്ല അഹങ്കാരത്തോടു കൂടി പറയാമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് ഇൻസ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറയാണ്. ഇപ്പം ഇന്നല്ല എന്തില്ല നമ്മളെ വണ്ടിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതായത് റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് എന്നുള്ളത് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ. റിസ്ക് എടുക്കാൻ നമ്മൾ ലൈഫിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ സക്സസ് ഉറപ്പാണ്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ്, ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നത്. ഇതൊന്നല്ല, അതിലും വലിയ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ എങ്ങനെ നിൽക്കണം എന്നുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നു, പടച്ചവനാണ് വലുത്. സത്യത്തിൽ ഇങ്ങനെ കുറേ ലൈഫിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ വേണം. അപ്പോഴേ ഒരുപാട് നമുക്കും ഇതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലൊന്നും നിങ്ങൾ ഒരിക്കലും എവിടെയും താഴെപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് അതായത് കനൽ മാത്രമായിട്ട് നിങ്ങളെ മനസ്സിലെപ്പോഴും വേണം. അത് പിന്നീട് ഇങ്ങനത്തെ സ്പാർക്കായിട്ട് കത്തി തുടങ്ങിയുണ്ടല്ലോ, അൺബീറ്റൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആവറേജ് സ്കിൽ വിത്ത് ഫിനോമിനൽ വിൽ ഇറ്റ്സ് ഓൾവേസ് അൺബീറ്റൺ. കീപ് മൂവിങ്, കീപ് പുഷിങ്, ലവ് യുവർ സെൽഫ്.